10 മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് തരണം. 12 വർഷത്തെ സ്വപ്നമാണ്. ഒരു 10 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ അതിനുവേണ്ടി ചോദിക്കുകയാണ്. വിശുദ്ധ കുർബാനക്രമത്തിൽ യാക്കോബിൻ്റെ ബോസയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. അഗ്നിമയന്മാർ പോലും തൊടാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും മേശയിൽ അപ്പവും വീഞ്ഞുമായി കാണുവാനുള്ളൊരു വലിയ അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധ റൂഹ വിളിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അതിരുകളോ പരിധികളോ ഒന്നുമില്ലാത്ത സ്നേഹം ഏറെ ചെറിയവനിൽ എളിയവനായി എന്നെയും അതിന് യോഗ്യനാക്കുന്നു. ഒരേ സമയം ബലിയും ബലി അർപ്പകനും ആകാനുള്ള ഒരു വിളിയായി ഇതിനെ കരുതുകയാണ്. ഒരു പുരോഹിതനെന്ന് പറയുമ്പോൾ മുമ്പ് എപ്പോഴോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ അത് വല്ലാതെ വെല്ലുവിളികൾ നേടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും അഗ്നിയാവാൻ കഴിയാതെ ചാരമായി പോകുന്നതാണ് ഓരോ പുരോഹിതൻ്റെയും സങ്കടം. ഒരു പാതിയിൽ പവിത്രമായ പുരോഹിത വിചാരങ്ങളാണെങ്കിൽ മറ്റൊരു പാതിയിൽ പ്രലോഭനങ്ങളുടെ പ്രവേഹളികയാണ്. ഒരു രാത്രിയിൽ ജയിച്ചവൻ്റെ ഭാവമാണെങ്കിൽ പിറ്റേ രാത്രിയിൽ തോറ്റവൻ്റെ ഭാവമാണ്. ഒരു രാത്രിയിൽ കുന്തിരിക്കം മണക്കുമ്പോൾ പിറ്റേ ദിവസം കുറ്റബോധം മണക്കും. അപ്രകാരം ദ്വന്ദ്ഭാവങ്ങളുടെ ദ്വന്ദ്വയുദ്ധം എപ്പോഴും ഒരു പുരോഹിതനെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെയൊക്കെയും പിടിച്ചു നിൽക്കുന്നത് താൻ ആർക്ക് വേണ്ടിയിട്ടാണോ ജനത്തിന് മുമ്പേ നടക്കുവാൻ തീരുമാനിച്ചത്, ആ ജനം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ഒറ്റ വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ആയുസ്സുള്ള കാലത്തോളം ഉണ്ടായിരിക്കണം. നന്ദി പറയുക എന്ന് പറയുമ്പോൾ നന്ദി 2 അക്ഷരത്തിൽ ഒതുങ്ങുന്നൊരു സംഗതിയല്ല. ചവിട്ടി നിന്ന മണ്ണിനും ഏറ്റ വെയിലിനും കിട്ടിയ തണലിനും ഒക്കെ നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ.